1-2 ആഴ്ചയായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ ജിൻഡോയുടെ ശാരീരിക ക്ഷമത ഇങ്ങനെ താഴോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ പഴയ പോലെ അത്ര വലിയ ആക്റ്റീവായിട്ടൊന്നും ജിൻഡോയ്ക്ക് അവിടെ കളിക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രതികരണവും ഒക്കെ വളരെ സ്ലോ ആണ്. മയങ്ങി നിൽക്കുന്ന പോലെ ഉറക്കം വരുന്നു. പിന്നെ പഴയ പോലെ ശക്തമായ ഒരു ശാരീരിക ഭാഷ ഇപ്പോൾ അവിടെ ജിൻഡോയ്ക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ജിൻഡോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അവർ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ അത് എന്താണെന്ന് ഈ ആരാധകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇനി ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു തളർച്ച അനുഭവപ്പെടുന്നത് എന്നറിയാൻ അവർ അതെന്താണെന്ന് അറിയാൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ജിൻഡോയുടെ ഇൻസ്റ്റാ പേജിൽ. അപ്പോൾ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ജിൻഡോയുടെ അമ്മയുമായിട്ടുള്ളൊരു ഫോൺ കോൾ സംഭാഷണം പുറത്തായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അമ്മയും ഇപ്പോൾ പറയുന്നുണ്ട് തനിക്കും അങ്ങനെ ഒരു ഫീല് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് എന്തോ ഒരു മയങ്ങി കളിക്കുന്ന പോലെ, പഴയ പോലെ ആ ഒരു പ്രസരിപ്പില്ല, എന്തോ ജിൻഡോയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് അമ്മയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിൻഡോ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ജിൻഡോയ്ക്ക് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ജിൻഡോയെ ഇട്ട് വീണ്ടും കുടയുന്നത് കണ്ടു. ജിൻഡോ എന്താ മരുന്നൊന്നും കഴിക്കുന്നില്ലേ, എന്താ വേദനയാണോ, എന്താണ് പ്രശ്നം? അപ്പോൾ ജിൻഡോ പറയുന്ന കേട്ടു മുട്ടുവേദനയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്ന കേട്ടു എന്നാൽ മരുന്നെന്താ കഴിക്കാത്തത്? അപ്പോൾ ജിൻഡോ പ്രത്യേകിച്ചൊന്നും അതിനൊരു കറക്റ്റ് ഉത്തരം പറയുന്നില്ല. അപ്പോൾ ജിൻഡോയുടെ അടുത്ത് വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ എന്താ ഡോക്ടറാണോ, എന്താണ് ഇങ്ങനെയൊക്കെ? അപ്പം ജിൻഡോ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അവിടെ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ പെയിൻ കില്ലർ മരുന്നുകളോ സാധാരണ എന്ത് മരുന്ന് കഴിച്ചാലും ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പോലും നമുക്ക് ക്ഷീണമുണ്ടാകും. അപ്പോൾ ജിൻഡോയ്ക്ക് അറിയാം, ഒരു ബോഡി ബിൽഡറാണ്, ഒരു ഹെൽത്ത് ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഇതേപോലത്തെ പെയിൻ കില്ലർ ഗുളികകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുളിക കഴിച്ചാൽ അത് നമ്മുടെ ആക്ടിവിറ്റിയെ ബാധിക്കും. നമുക്ക് ഒരു പഴയ പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ അവിടെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ജിൻഡോ ഈ കെണിയൊക്കെ മനസ്സിലാക്കി അദ്ദേഹം മരുന്നുകൾ ഒഴിവാക്കി എന്ന് തന്നെ നമുക്ക് ഇന്നലത്തെ ലാലേട്ടൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്കും കാര്യങ്ങൾ വ്യക്തമായി അറിയാം. താൻ അവിടെ തനിക്ക് വേദന ഉണ്ടെങ്കിലും ഈ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഈ പെയിൻ കില്ലറുകളൊക്കെ കഴിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ഉന്മേഷത്തെ ബാധിക്കുമെന്ന് ജിൻഡോയ്ക്കും അറിയാം. അതുകൊണ്ട് ജിൻഡോ അത് ഒരു ലെവലിൽ കൂടുതൽ കഴിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജിൻഡോയ്ക്കും അറിയാം ഇങ്ങനെ മരുന്നുകൾ കഴിച്ചതുകൊണ്ട് തനിക്കും തളർച്ച തോന്നി തുടങ്ങിയെന്ന് ജിൻഡോയ്ക്കും മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ മരുന്നുകളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ നിന്ന് പോകുന്നത്. അവിടെ എങ്ങനെയെങ്കിലും അതിജീവിക്കുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തിലാണ് ജിൻഡോ മുന്നേറുന്നത്. അപ്പോൾ ജിൻഡോ എല്ലാ കെണികളും എല്ലാ പ്രതിസന്ധികളും എല്ലാ മുൻകൂട്ടി തന്നെ കണ്ടു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ വരാതെ നോക്കാനും ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പുറത്താകേണ്ടി വരും. അപ്പോൾ ശാരീരിക ക്ഷമത ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹം കുറച്ച് മരുന്നുകൾ ഒഴിവാക്കിയും ആവശ്യമുള്ള ഒഴിവാക്കാൻ പറ്റാത്തത് കഴിച്ചുമായിരിക്കാം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ശാരീരികവും മാനസികവുമായ വലിയ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് അവിടെ ജിൻഡോയൊക്കെ ഈ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ കപ്പിലേക്കുള്ള യാത്ര അവസാനിച്ച കപ്പെടുക്കും വരെ ജിൻഡോ തളരില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.